യുദ്ധം മാറുകയാണ്. ഒരു കാലത്ത് യുദ്ധഭൂമിയിലെ ഏറ്റവും വലിയ ഭീഷണി ടാങ്കറുകളും യുദ്ധവിമാനങ്ങളും മിസൈലുകളുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ചെറിയ ഡ്രോണിന് പോലും വലിയ നാശമുണ്ടാക്കാൻ കഴിയും. കയ്യിലൊതുങ്ങുന്ന അത്ര വലിപ്പമുള്ള ഡ്രോണുകൾ പോലും അതിവേഗം പറന്ന് ലക്ഷ്യത്തിനടുത്തെത്തും. റഡാറിന്റെ കണ്ണിൽപ്പെടാതെ മരങ്ങളുടെയും കുന്നുകളുടെയും മറവിലൂടെ ഇവ എത്തുന്നതാണ് മറ്റൊരു പ്രശ്നം. അത്തരം ചെറിയ ഡ്രോണുകളെ നേരിടാൻ ലോകത്തിലെ സൈന്യങ്ങൾ പുതിയ വഴികൾ തേടുകയാണ്. അതിൽ കൗതുകകരമായ ഒരു വഴി ഷോട്ട് ഗണ്ണുകളാണ്. വലിയ മിസൈലുകളോ വില കൂടിയ സംവിധാനങ്ങളോ അല്ല, ഒരു സൈനികന്റെ കയ്യിലെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് ചെറിയ ഡ്രോണുകളെ വീഴ്ത്താനുള്ള ശ്രമം. ഇന്ത്യൻ കരസേന ഇപ്പോൾ ഈ വഴിയിലേക്ക് നീങ്ങുകയാണ്. അതിർത്തിയിലെ ഡ്രോൺ ഭീഷണി നേരിടാൻ ബംഗളൂരു ആസ്ഥാനമായ SS ഡിഫൻസ് തദ്ദേശമായി നിർമ്മിച്ച T-12 സെമി ഓട്ടോമാറ്റിക് ഷോട്ട് ഗണ്ണുകൾ നോർത്ത് കമാൻഡിൽ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് ഈ തോക്കിന്റെ പ്രത്യേകത? ചെറിയ ഡ്രോണുകൾക്ക് എതിരെ ഇത് എങ്ങനെ സഹായിക്കും? ആദ്യം ഡ്രോണുകളുടെ ഭീഷണി മനസ്സിലാക്കാം. ഇന്ന് ഉപയോഗിക്കുന്ന മൈക്രോ ഡ്രോണുകളും FPV ഡ്രോണുകളും വളരെ ചെറുതാണ്. വേഗത്തിൽ ദിശ മാറ്റാനും താഴ്ന്നു പറക്കാനും ഇവയ്ക്ക് കഴിയും. അതുകൊണ്ട് സാധാരണ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുന്നത് എപ്പോഴും എളുപ്പമല്ല. അതിലുപരി ഇത്തരം ഡ്രോണുകൾ നേരിട്ട് സൈനികരുടെ അടുത്തേക്ക് പറന്നെത്താം. ചിലത് നിരീക്ഷണത്തിനായി ഉപയോഗിക്കാം, ചിലത് ചെറിയ ആയുധങ്ങളോ മറ്റു വസ്തുക്കളോ വഹിക്കും. ആയതിനാൽ ഒരു ചെറിയ ഡ്രോൺ പോലും ഒരു സൈനിക സംഘത്തിന് വലിയ ഭീഷണിയാകാം. ഇവിടെയാണ് പരമ്പരാഗത റൈഫിളുകൾക്ക് പ്രശ്നം വരുന്നത്. ഒരു സാധാരണ റൈഫിളുകളിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഒരൊറ്റ ബുള്ളറ്റാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. ആകാശത്ത് അതിവേഗം നീങ്ങുന്ന ഒരു ചെറിയ ഡ്രോണിനെ ആ ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് കൃത്യമായി തകർക്കുക എളുപ്പമല്ല. ഷോട്ട് ഗൺ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു 12 ഗേജ് ഷോട്ട് ഗണ്ണിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഒരൊറ്റ ബുള്ളറ്റിന് പകരം നിരവധി ചെറിയ പെല്ലറ്റുകൾ ഒരുമിച്ച് പുറത്തേക്ക് പോകും. അവ ഒരു ചെറിയ പരിധിയിൽ പറന്ന് സഞ്ചരിക്കും. അതുകൊണ്ട് ചലിക്കുന്ന ചെറിയ ലക്ഷ്യത്തെ തൊടാനുള്ള സാധ്യത കൂടും. ഒരു ഡ്രോണിന്റെ പ്രധാന ഭാഗത്ത് നേരിട്ട് വെടിയുണ്ട തടയണമെന്നില്ല. അതിന്റെ പ്രൊപ്പലറിലോ മറ്റേതെങ്കിലും പ്രധാന ഭാഗത്തോ പെല്ലറ്റുകൾ തടഞ്ഞാൽ ഡ്രോണിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാം. അങ്ങനെ അത് താഴത്തേക്ക് വീഴാനും സാധ്യതയുണ്ട്. ഇതാണ് ഡ്രോൺ പ്രതിരോധത്തിൽ ഷോട്ട് ഗണ്ണുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ കാരണം. ഇപ്പോൾ ഇന്ത്യയുടെ T-12 ഷോട്ട് ഗണ്ണിലേക്ക് വരാം. SS ഡിഫൻസ് ആണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 3.8 കിലോഗ്രാം ഭാരമുള്ള ഈ തോക്കിൽ 5 റൗണ്ട് വെടിയുണ്ടകൾ ഉൾക്കൊള്ളുന്ന മാഗസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 ഗേജ് വെടിയുണ്ടകളാണ് ഇതിന്റെ പ്രധാന സവിശേഷത. T-12 ഒരു ഗ്യാസ് ഓപ്പറേറ്റഡ് സെമി ഓട്ടോമാറ്റിക് തോക്കാണ്. അതായത് ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിനായി ഓരോ തവണയും കൈകൊണ്ട് തോക്ക് വീണ്ടും സജ്ജമാക്കേണ്ട ആവശ്യം കുറയും. ആയതിനാൽ വേഗത്തിൽ തുടർച്ചയായി പ്രതികരിക്കാൻ ഇത് സഹായിക്കും. 20 ഇഞ്ച് ബാരലാണ് T-12നുള്ളത്. ഏകദേശം 12 മീറ്റർ വരെ ഫലപ്രദമായി ഉപയോഗിക്കാനാകുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ ദൂരങ്ങളിൽ പെല്ലറ്റുകളുടെ വ്യാപനം മാറ്റാൻ സഹായിക്കുന്ന ചോക്ക് സംവിധാനവും ഇതിലുണ്ട്. കൂടാതെ സാധാരണ ഷോട്ട് ഗൺ എന്നതിലുപരി സൈനിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് T-12 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡ്രോൺ പ്രതിരോധത്തിൽ ഉപയോഗിക്കുന്ന പെല്ലറ്റുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. സാധാരണ പെല്ലറ്റുകൾക്ക് പുറമെ കൂടുതൽ ശക്തിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രത്യേക പെല്ലറ്റുകളും പല രാജ്യങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. ഡ്രോണിന്റെ പുറം ഭാഗം തകർക്കാനും അതിന്റെ പ്രധാന ഭാഗങ്ങളെ പ്രവർത്തനരഹിതമാക്കാനുമാണ് ഇവ ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തിലെ സൈന്യങ്ങൾ വീണ്ടും ഷോട്ട് ഗണ്ണിലേക്ക് നോക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. എല്ലാ സമയത്തും വില കൂടിയ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. ജാമറുകൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും ചില സാഹചര്യത്തിൽ പരിമിതികളുണ്ട്. എന്നാൽ ഒരു സൈനികന്റെ കയ്യിലുള്ള ഷോട്ട് ഗൺ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാം. യുക്രൈൻ യുദ്ധം ഈ മാറ്റത്തിന് വലിയ ഉദാഹരണമാണ്. ചെറിയ ഡ്രോണുകളുടെ എണ്ണം കൂടിയതോടെ റഷ്യയും യുക്രൈനും ഉൾപ്പെടെയുള്ള സൈന്യങ്ങൾ ഡ്രോൺ പ്രതിരോധത്തിന് ഷോട്ട് ഗണ്ണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. യുക്രൈൻ വിവിധ തരത്തിലുള്ള ഷോട്ട് ഗണ്ണുകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോൺ അടുത്ത് എത്തുമ്പോൾ അതിനെ വേഗത്തിൽ നേരിടുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ബെൽജിയവും സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്കായി ഷോട്ട് ഗണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അനുമതിയില്ലാതെ എത്തുന്ന ചെറിയ ഡ്രോണുകളെ നേരിടാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇറ്റലിയിലെ ബെന്നലി പോലുള്ള കമ്പനികളും ഡ്രോൺ പ്രതിരോധത്തിനായി പ്രത്യേക ഷോട്ട് ഗൺ മോഡലുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കൽ പഴയ രീതിയിലുള്ള ആയുധമായി കരുതിയിരുന്ന ഷോട്ട് ഗൺ ഇപ്പോൾ പുതിയ കാലത്തെ ഒരു ഭീഷണിക്കെതിരായ ആയുധമായി വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ഇന്ത്യക്കും ഈ ഭീഷണി വളരെ പ്രധാനമാണ്. നിയന്ത്രണ രേഖയിലും പഞ്ചാബ്, ജമ്മു അതിർത്തി മേഖലകളിലും അതിർത്തിക്കപ്പുറത്തു നിന്ന് ചെറിയ ഡ്രോണുകൾ എത്തുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയുധങ്ങളും മയക്കുമരുന്നും എത്തിക്കാൻ പോലും ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിർത്തിയിൽ ജോലി ചെയ്യുന്ന സൈനികർ ആയതിനാൽ പല തലത്തിലുള്ള സുരക്ഷ വേണം. ആദ്യം ഡ്രോൺ കണ്ടെത്തണം,
പിന്നെ അതിന്റെ ദിശ മനസ്സിലാക്കണം. സാധിച്ചാൽ ജാമർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ തടയണം. അതിനിടയിലും ഡ്രോൺ അടുത്തെത്തിയാൽ നേരിട്ട് വെടിവെച്ച് വീഴ്ത്താനുള്ള ഒരു മാർഗം കൂടി സൈനികരുടെ കയ്യിൽ വേണം. ഇവിടെയാണ് T-12 പോലുള്ള ഷോട്ട് ഗണ്ണുകളുടെ പ്രസക്തി. എന്നാൽ ഷോട്ട് ഗൺ മാത്രം കൊണ്ട് ഡ്രോൺ ഭീഷണി ഇല്ലാതെയാക്കാൻ കഴിയില്ല. ഇതൊരു പൂർണ്ണ പരിഹാരമല്ല. വലിയ ദൂരത്ത് പറക്കുന്ന ഡ്രോണുകൾക്കെതിരെ മറ്റുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ആവശ്യമാണ്. റഡാർ, ഇലക്ട്രോണിക്സ് ജാമർ, മറ്റ് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്കൊപ്പം മാത്രമേ ഇതിന് മികച്ച ഫലം നൽകാൻ കഴിയൂ. അതിർത്തിയിലെ ഒരു ചെറിയ സൈനിക സംഘത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് ആകാശത്തൊരു ചെറിയ ഡ്രോൺ പ്രത്യക്ഷപ്പെടുന്നു. സമയം വളരെ കുറവാണ്. വലിയ പ്രതിരോധ സംവിധാനം അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു സൈനികന്റെ കയ്യിലുള്ള ഷോട്ട് ഗൺ അവസാന നിമിഷത്തെ പ്രതിരോധമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സൈനിക സംഘത്തിലും ഡ്രോൺ ഭീഷണി നേരിടാൻ പരിശീലനം ലഭിച്ച സൈനികർ വേണമെന്ന അഭിപ്രായവും ശക്തമാകുകയാണ്. യുദ്ധത്തിന്റെ സ്വഭാവം മാറുമ്പോഴും യുദ്ധങ്ങളും മാറേണ്ടി വരും. വലിയ ആയുധങ്ങൾക്കൊപ്പം ചെറുതും വേഗത്തിൽ ഉപയോഗിക്കാനാവുന്നതുമായ സംവിധാനങ്ങൾക്കും ഇനി വലിയ സ്ഥാനമുണ്ട്. T-12 ഷോട്ട് ഗണ്ണിന്റെ വരവ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ആകാശത്ത് പറക്കുന്ന ഒരു ചെറിയ ഡ്രോൺ, താഴെ അതിനെ നോക്കി നിൽക്കുന്ന ഒരു സൈനികൻ, കയ്യിലൊരു ഷോട്ട് ഗൺ. കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു കാഴ്ചയായി തോന്നാം. പക്ഷേ ആ ചെറിയ നിമിഷം തന്നെ ഒരു സൈനികന്റെ ജീവനും ഒരു മുഴുവൻ സംഘത്തിന്റെ സുരക്ഷയും തീരുമാനിച്ചേക്കാം. ആയതിനാൽ വരുംകാല യുദ്ധങ്ങളിൽ വലിയ മിസൈലുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ചെറിയ പ്രതിരോധ ആയുധങ്ങളും നിർണായകമാകും. ഡ്രോണുകൾ കൂടുതൽ ചെറുതും വേഗമേറിയതും ആകുമ്പോൾ അവയെ നേരിടാനുള്ള വഴികളും കൂടുതൽ ലളിതവും വേഗമുള്ളതുമാകേണ്ടി വരും. ഇന്ത്യൻ സൈന്യം T-12 പോലുള്ള ദേശീയ ആയുധങ്ങളിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. നാളത്തെ യുദ്ധഭൂമിയിൽ ശത്രുവിനെ ആദ്യം ആര് കണ്ടെത്തുന്നു എന്നതല്ല, ചെറിയ ഭീഷണിയോട് പോലും ഏറ്റവും വേഗത്തിൽ പ്രതികരിക്കുന്നവരായിരിക്കും പലപ്പോഴും മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡ്രോൺ ഉയർന്ന ആകാശത്തേക്ക് ഇനി കൂടുതൽ സൂക്ഷ്മമായ കണ്ണുകളോടെയാണ് അതിർത്തിയിലെ സൈനികർ നോക്കുന്നത്.